ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ റെഗൻസ്ബർഗ് എന്ന സ്ഥലമാണ്. ഇത് ബയൺ സംസ്ഥാനത്തുള്ളൊരു സ്ഥലമാണ്. അപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയും. ഇതിന് വളരെയധികം കാലപ്പഴക്കമുണ്ട്. ഇത് 1100കളിൽ പണിതാണ്. റെഗൻസ്ബർഗിന്റെ ഒരു വളരെയധികം ഐക്കോണിക് പോയിന്റ് ആണ് ഈ ഒരു സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത്രത്തോളം പഴക്കമുള്ളതിനാൽ തന്നെ വളരെ നല്ല രീതിയിലാണ് അതിനെ പരിപാലിച്ചു പോരുന്നത്. ഇതാണ് റെഗൻസ്ബർഗിന്റെ ഒരു മിനിയേച്ചർ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 തൂണ് എനിക്ക് എണ്ണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇതിനകത്ത് 16 തൂണുകളിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് കാണുന്നത്. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ്. പാലത്തിലേക്ക് കയറുമ്പോൾ ഉള്ള കവാടമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ക്ലോക്ക് ടവറുണ്ട്. പിന്നെ സുവനിയറും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളും ഇവിടെ സൈഡിലുണ്ട്. ഇതാണ് പണ്ട് നിർമ്മിച്ച പാലത്തിൻ്റെ സൈഡ് വരികൾ. അതും കല്ലിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. നമ്മൾ കാണുന്നത് ഇത് കണ്ട ബോട്ടിൻ്റെ ഒരു കപ്പലിൻ്റെയൊക്കെ 2 വശം പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ തടിയുടെ പീസ് ഇട്ട് അതിനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡ് ഫുള്ള് അവർ തടി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് കല്ലും സുർക്കിയും ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബലപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലകത്ത് മറ്റൊരു തൂണും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള 16 തൂണുകളിൽ തീർത്ത ഒരു പാലമാണ്. ഞാനായാലും നടന്ന് ഈ പാലത്തിൻ്റെ മറുകരയൊന്ന് വരെ ഒന്ന് പോവുകയാണ്. എന്താണ് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ. ഈ നദി പല ശാഖകളായിട്ട് പിരിഞ്ഞാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മഴ അല്ലെങ്കിൽ ഇവിടെയുള്ള മഞ്ഞുരുകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതിങ്ങനെ നിറഞ്ഞൊഴുകുക. ഈ 3-4 ശാഖകളുള്ളതെല്ലാം നിറഞ്ഞൊഴുകത്തക്ക രീതിയിൽ വെള്ളം വരും. അല്ലാത്ത സമയത്ത് ഈ ആദ്യത്തെ ഭാഗത്ത് മാത്രമാണ് നമുക്കിത്ര വെള്ളമുള്ളത്. ഇതാണ് റെഗൻസ്ബർഗിലുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ച്. 1135 മുതൽ 1146 വരെയുള്ള നീണ്ട 9 വർഷം കൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണിത്. അപ്പം ഈ പാലത്തിന് പല രീതിയിലുള്ള ഇവരുടെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കിയിരിക്കുന്നതാണ്. ഈ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന ഈ തൂണുകളൊക്കെ ഇതേ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സൈഡിലൊന്നും തടിയും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ലോങ് ആയിട്ടുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില ഭാഗങ്ങൾ വരുമ്പോൾ തടികൾ ഉപയോഗിച്ചിട്ടുണ്ട് സൈഡ് വാളിന് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഇത് കരയിൽ വരുന്ന പ്രദേശമാണ്. നല്ല വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അതിനെ തന്നെ ഇത് വലിയ വെള്ളത്തിൻ്റെ ആഘാതം ഇതിനേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കല്ലുകൾ ഈ സൈഡിൽ അടുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ മിക്സിങ്, കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കല്ലുകളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന ഒരു മിശ്രിതം ഇതാണ്. ഇത് സുർക്കിയാണോ ഇല്ലയെന്ന് ഉറപ്പില്ല. അന്നത്തെ ടെക്നോളജി എന്താണ് അത് ആ രീതിയിലാണ് പണിതിരിക്കുന്നത്. പാലം നിർമ്മിക്കാനുള്ളൊരു കാരണം എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ഇതിന് മുന്നേ ഇവിടെ ഉള്ളൊരു മരപ്പാലങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഈ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശക്തിയോടെ ഒഴുകി വരുമ്പോൾ പല സമയത്തും ഇങ്ങനെ ഈ ഒരു പാലങ്ങൾ നശിച്ചു പോകും. പിന്നെ ആ സമയത്തുള്ള പല യുദ്ധങ്ങളിലും ഒക്കെ ഈ പാലം ഒരു നിർണായകമായിരുന്നു. ആ സമയത്തൊക്കെ പല സമയങ്ങളിലും ഈ പാലം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അന്നത്തെ കാലത്തുള്ള ഏറ്റവും മികച്ച ഒരു നിർമ്മിതിയാണ് ഈ പാലം. ഇത്രയും സ്ട്രോങ് ആയിട്ട് അന്നത്തെ കാലത്ത് അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചു. കാരണം ഇവിടെയുള്ളത് വളരെയധികം സമ്പന്നരായ വ്യാപാരികളൊക്കെ ആയിരുന്നു ഇവിടെ ഉള്ളത്. അപ്പം അവർ വളരെയധികം രീതിയിൽ പണം മുടക്കി അന്ന് നിർമ്മിച്ചൊരു പാലമാണ്. ഒരു സമയം വരെ ഇതിന് ചുങ്കമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവയൊക്കെ മാറ്റി. കൈക്കളന്ന ഒരു 3 ചാണളവ് വരും. ഈ കല്ലിനെ പണിതിരിക്കുന്ന പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കോർത്താണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു കല്ലിലേക്ക് ഈ ഒരു കല്ലിനെ വെട്ടിയെടുത്ത് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് പണിതിരിക്കുന്നത്. ഈ ഒരു കല്ല് വന്നിട്ടും ഇതുപോലെ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിൽക്കുന്നു. അവിടുന്ന് മേപ്പോട്ട് അങ്ങനെ ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കല്ലിനകത്തും ഇതിനെ കോർത്തിറക്കിയാണ്. ഈ കല്ലിനകത്ത് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രോങ് ബോണ്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഇങ്ങനെ മേളി വെച്ച് ഇതിനെ ഇടിക്കുകയായിരുന്നു. എന്നാലും തടിയുടെ സഹായത്തോടെ ഇങ്ങനെ ഒരു ആർച്ച് ആദ്യം ഉണ്ടാക്കിയിട്ട് അതിന് മേളിൽ കല്ല് വെച്ച് ബലപ്പെടുത്തി എടുക്കുകയായിരിക്കും ചെയ്തത്. എന്തായാലും അന്നത്തെ ടെക്നോളജി വളരെ നല്ലതാണ്. ഈ ഒരു പാലവും അങ്ങനെ ഈ ഒരു പഴയകാല നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.